അസ്സലാമലൈക്കും. റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പൊന്നാങ്കണ്ണി ചീര കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല, തയ്യാളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് ആൾക്കാർ അഡ്രസ്സ് തന്നവരുണ്ടോ, അവർക്കൊക്കെ വിട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, താത്ത ഇത് പൊന്നാങ്കണ്ണി ചീര ഒറിജിനൽ തന്നെയാണോ എന്ന്. ഞാൻ ആണായിട്ട് പറയുകയാണ്, ഒറിജിനൽ തന്നെയാണ്. എൻ്റെ അടുത്ത് ഈ ഒറിജിനലേ ഉള്ളൂ. ഈ ഒരൊറ്റ ചീര എൻ്റെ അടുത്തുള്ളൂ, വേറൊരു ചീര എൻ്റെ കയ്യിലില്ല. എൻ്റെ അടുത്തുള്ള പൊന്നാങ്കണ്ണി ചീര ഞാൻ അത്രയും വിശ്വാസപ്പെട്ട ഒരാളെടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് 100% ഞാൻ പറയാണ്, പൊന്നാങ്കണ്ണി ചീര എൻ്റെ അടുത്തുള്ളത് ഒറിജിനലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത് വെയിലത്ത് വെക്കുമ്പോൾ ചുവപ്പ് കളറും തണലത്ത് വെക്കുമ്പോൾ പച്ച കളറും ആവുന്ന ചീര അത് ഒറിജിനൽ. ഈ ചീരയിൽ തന്നെ പല മോഡലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പല പാടത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. നമ്മളവിടെ ഒന്നും ആ സാധനം കിട്ടാനുമില്ല. ഞാനിത് 1 വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ടെങ്കിലും കൂടുതലായിട്ട് നല്ല ഇതിൽ കൊടുക്കൽ തുടങ്ങിയത് 3 മാസമേ ആയിട്ടുള്ളൂ. അൽഹംദുലില്ലാ, നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തവർക്ക് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുണ്ട്. അതിൻ്റെ പൊന്നാങ്കണ്ണി ചീരാണെന്നുള്ള അത്രയും വിശ്വാസത്തിൽ തന്നെയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളതും. അതുകൊണ്ട് എല്ലാവർക്കും ആർക്കെങ്കിലും ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊന്നാങ്കണ്ണി ചീര നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ നമ്പർ കൊടുക്കുക, ആവശ്യമുള്ളവർ വിളിച്ചോളും. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീരയുടെ വില എത്രയാണെന്ന്. വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ മറന്നു പോണതാണ്. അതുകൊണ്ട് ഇപ്പം ഞാനിതാ പറയുന്നത്, ആ ഒരു തയ്യക്ക് 10 രൂപ വെച്ചിട്ട് 25 തൈ വരെ ഞാൻ കൊടുക്കും. 50 രൂപ കൊറിയർ ചാർജ്. അത് നിങ്ങൾ 10 രൂപ 10 തൈ എടുത്താലും 25 തൈ എടുത്താലും ഒരേ റേറ്റ് തന്നെയാണ് കൊറിയർ ചാർജ് വരിക കേട്ടോ, 50 രൂപ. പിന്നെ ഈ ചീരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിന് നല്ലതാണ് ഈ ചീര. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾക്കും കണ്ണ് കാഴ്ച കമ്മിക്കും ഇപ്പോൾ ചെറുതിലെ കുട്ടികൾ കണ്ണട വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ ആദ്യമൊക്കെ അത് ഈ ചീരയൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഒരാൾക്കാരും കണ്ണട വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2-3 വയസ്സ് മുതൽ കുട്ടികൾ കണ്ണട വെച്ച് തുടങ്ങി. അപ്പോൾ കുറേയൊക്കെ ഇലവർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണത് അത്രയൊക്കെ ആയത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചീര ആവുന്നതും കഴിക്കാൻ നോക്കുക. കണ്ണിന് നല്ലൊരു ചീരയാണ്. കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒക്കെ ശരീരത്തിന് മൊത്തം, ഇനിയിപ്പോൾ കണ്ണിന് പ്രശ്നങ്ങളില്ലെങ്കിലും ഈ ചീര ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇലവർഗ്ഗങ്ങൾ പറഞ്ഞാൽ പൊതുവേ നല്ലതാണ്. ഇത് എല്ലാ ചീരനേക്കാളും ഒന്നിനൊന്നും മെച്ചാണ് ഈ ഒരു ചീര കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചീര കണ്ടില്ല. ഇത് പിന്നെ ഇതൊക്കെ കുറച്ച് തണലത്തിരിക്കുന്നതാണ്, എന്നാൽ ഇതിൻ്റെ അടിയിൽ ചുവപ്പ് കളറായിട്ട് കാണും. ഇത് വെയിലത്താണ് ഇരിക്കുന്നത്, അപ്പോൾ അടിയും മുകളും ചുവന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക. 10 തൈ മുതൽ 25 തൈ വരെ ഞാൻ അയച്ചു കൊടുക്കും. 1, 2, 3 തൈയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ നഷ്ടമാണ്. കാരണം 50 രൂപ കൊറിയർ ചാർജ് കൊടുക്കണം. കൂടുതലും എൻ്റെ ചീരകളൊക്കെ പോകുന്നത് കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, കരുനാഗപ്പള്ളി, കാസർഗോഡ്, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ദൂരം വഴിക്കാണ് പോണത് കേട്ടോ. അപ്പോൾ 2-3 ദിവസം എത്തി 2 ദിവസം 3 ദിവസത്തിനുള്ളിലാണ് എത്തുണ്ടാവുക, കൊറിയർ തന്നെയാണെങ്കിൽ. പിന്നെ ഞാൻ കൊടുത്തു വിടുന്ന ചീരകൾ പിന്നെ കിട്ടിയ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തണ്ട് കട്ട് ചെയ്തിട്ട് വേറെ തൈ പിടിപ്പിക്കുക. വേരുള്ള തൈയിനെക്കാട്ടിലും കൂടുതൽ പിടിക്കാൻ എളുപ്പം തണ്ട് കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ എന്താ വേരോട് കൂടി കൊടുത്തയക്കണമെന്ന് വെച്ചാൽ, ഇത്രയും ദൂരം വഴിക്കൊക്കെ പോകുമ്പോൾ അത് വാടിപ്പോവും. എങ്ങനെയാലും 2-3 ദിവസം ഇരിക്കുമ്പോൾ ഇന്ന് വിട്ടാൽ നാളെ കിട്ടുന്നിടത്തേക്കാണെങ്കിൽ തണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും, പിടിച്ച് കിട്ടാൻ പ്രയാസമാവുമെന്ന് വിചാരിച്ചിട്ടാണ് വേരോട് കൂടി കൊടുത്തയക്കുന്നത്. അപ്പോൾ ആ വേരോട് കൂടി നിങ്ങൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം പിന്നെ മണ്ണിൽ വെച്ച് ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേനും അടുത്ത തൈ അതേപോലത്തെ തയ്യെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. തൈ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക വീഡിയോ. എന്നാൽ പിന്നെ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.